ടാറ്റയുടെ വാഹനങ്ങളുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താ അറിയോ? സേഫ്റ്റി തന്നെയാണ്. അത്രയും വലിയ കരുത്തുറ്റ ബോഡിയോട് കൂടിയുള്ള വാഹനങ്ങളാണ് ടാറ്റയുടെ ഒട്ടുമിക്ക വാഹനങ്ങളും. സീറോ ഡൗൺ പേയ്മെൻറ്റ് സ്വന്തമാക്കാൻ പറ്റിയുള്ള ഒരു ടാറ്റൻ്റെ വാഹനം, ഒരു ഹോണ്ടയുടെ വാഹനം നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ഹാർമൻ്റെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളും എല്ലാം വന്നിട്ടുള്ള ഈ ഒരു 2018 മോഡൽ നിൽക്കുന്ന ടാറ്റ ടിയാഗോ എന്ന വാഹനം സ്വന്തമാക്കാം സീറോ ഡൗൺ പേയ്മെൻറ്റോട് കൂടി. അതിന് മുമ്പ് ഈ ഒരു സംഭവം എന്താ നിങ്ങൾക്ക് അറിയോ? ഈ ഗ്ലാസിനകത്ത് വരുന്ന ഈ ഒരു ഹാങ്ങിങ് എന്തിനാണെന്ന് സൂചിപ്പിക്കുന്നതെന്ന് അറിയോ? അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. 2018 മോഡലിൽ നിൽക്കുന്ന സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന 70,000 കിലോമീറ്റർ ഓടിയുള്ള എക്സി എന്ന ടാറ്റ ടിയാഗോയുടെ വിശേഷങ്ങളാണെന്ന് പറയാൻ പോകുന്നത്. അതും സീറോ ഡൗൺ പേയ്മെൻറ്റ് സ്വന്തമാക്കാൻ പറ്റിയുള്ള ഒരു വാഹനം കൂടിയാണിത്. ഈ റമദാനും പെരുന്നാളോടനുബന്ധിച്ച് നിങ്ങൾക്ക് സീറോ ഡൗൺ പേയ്മെൻറ്റിൽ വാഹനങ്ങൾ സ്വന്തമാക്കാൻ പറ്റിയ ഒരു സുവർണാവസരം കൂടിയാണിത്. അതും ഹോണ്ടയുടെ ഒരു ജാസും നമ്മുടെ അടുത്ത് സീറോ ഡൗൺ പേയ്മെൻറ്റ് സ്റ്റോക്ക് അവൈലബിൾ ആയി വന്നിട്ടുണ്ട്. 2018 മോഡൽ നിൽക്കുന്ന ഈ ഒരു വാഹനം 1.2 പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് താരതമ്യേന മെയിൻ്റനൻസ് കാര്യങ്ങൾ എല്ലാം വളരെ കുറവായിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പെട്രോൾ ഒരു 15, 16, 17 വരെ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണിത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇരുമ്പ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കരുത്ത്. KL04 ആലപ്പുഴ രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. താരതമ്യേന മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് വളരെ കുറഞ്ഞിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ 2018 മോഡൽ നിൽക്കുന്ന ടാറ്റ ടിയാഗോ വെറും 3,25,000 രൂപയ്ക്ക് സീറോ ഡൗൺ പേയ്മെൻറ്റോട് കൂടി ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അഡീഷണൽ ആക്സറീസ് ആയിട്ട് സീറ്റർ കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്തിട്ടുള്ള ഒരു വാഹനം കൂടിയാണിത്. ഇനി ടാറ്റ വേണ്ട ഹോണ്ട മതി എന്നുള്ളവർക്ക് ഹോണ്ടയുടെ ഒരു അടിപൊളി കോമ്പാക്ട് SUV സെഗ്മെൻറ്റ് വാഹനവും നമുക്ക് സീറോ ഡൗൺ പേയ്മെൻറ്റിൽ അവൈലബിൾ ആണ്. 2016 മോഡലിൽ നിൽക്കുന്ന ഹോണ്ട ജാസ് വി എന്ന വേരിൽ നിൽക്കുന്ന വാഹനം സെക്കൻഡ് ഓണർഷിപ്പിൽ 66,000 കിലോമീറ്റർ ഓടിയുള്ള KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ നിൽക്കുന്ന വാഹനം. വി എന്ന വേരിൻ്റെ ആയതുകൊണ്ട് അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഫോഗ് ലാമ്പ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഫോളോവർ പവറിൻ്റെ AC പവർ സ്റ്റാരിങ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ്, ABS, സെൻട്രൽ ലോക്കിംഗ് തുടങ്ങിയിട്ടുള്ള ബേസിക്കലി ഒരു വാഹനത്തിന് വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്ന കോമ്പാക്ട് SUV സെഗ്മെൻറ്റിൽ IVTEC എഞ്ചിനിൽ നിൽക്കുന്ന പെട്രോൾ എഞ്ചിനിൽ ഒരു 12 to 14 റേഞ്ചിൽ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം താരതമ്യേന കുറഞ്ഞിട്ടുള്ളൊരു വാഹനം തന്നെയാണ് ഹോണ്ടയുടെ ജാസ് എന്ന വാഹനം. ഈ ഒരു വാഹനം സ്വന്തമാക്കാം 4,55,000 രൂപയ്ക്ക്. 4,55 നമുക്ക് ലോൺ സൗകര്യത്തോടു കൂടി സ്വന്തമാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വാഹനം കൂടിയാണിത്. കോമ്പാക്ട് SUV സെഗ്മെൻറ്റ് വാഹനമായതുകൊണ്ട് അത്യാവശ്യം ഇന്റീരിയർ സ്പേസും അത്യാവശ്യം യാത്രാ കംഫർട്ടും അത്യാവശ്യത്തിലധികം പെർഫോമൻസ് കാര്യങ്ങൾ എല്ലാം ലഭിക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. ടയർ കണ്ടീഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 60-70% ടയർ കണ്ടീഷൻ നിൽക്കുന്നു. അപ്പോൾ സീറോ ഡൗൺ പേയ്മെൻറ്റിൽ സ്വന്തമാക്കാൻ പറ്റിയുള്ള 2 വാഹനങ്ങളാണ് പരിചയപ്പെടുത്തിയത്. 2016 മോഡലിൽ നിൽക്കുന്ന ഹോണ്ട ജാസും 2018 മോഡലിൽ നിൽക്കുന്ന ടാറ്റയുടെ ടിയാഗോ എന്ന ഹാച്ച്ബാക്ക് സെഗ്മെൻറ്റ് വാഹനം. വാഹനങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസും മറ്റും ബുക്കിങ്ങിനും ആവശ്യമായിട്ടുള്ള കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് സീറോ ഡൗൺ പേയ്മെൻറ്റ് വാഹനങ്ങൾ ഇനി അടുത്ത ദിവസങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് റെഗുലർ കിട്ടുന്ന നിങ്ങളുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.